ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന് 2 തൊഴിലാളികൾ മരിച്ചു. മാവേലിക്കര തഴക്കരയിലാണ് അപകടമുണ്ടായത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? അപകടത്തിന്റെ കാരണം എന്താണ്? ആർക്കെങ്കിലും പരിക്കുണ്ടോ? ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച വിശദാംശങ്ങൾ എങ്ങനെയാണ് മനീഷ് മഹിബാൽ? റിജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ അപകടം ഉണ്ടാകുന്നത് മാവേലിക്കര തിരുവാവടിയിൽ ഈ നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിന്റെ മനീഷ് മഹിബാലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 2 തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട്. മാവേലിക്കര തഴക്കരയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഈ അപകടം ഉണ്ടാകുന്നത്. മനീഷ് മഹിബാൽ അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകും. കെട്ടിടത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, മറ്റാർക്കെങ്കിലും പരിക്കുണ്ടോ എന്നടക്കമുള്ള വിശദാംശങ്ങളൊക്കെ മനീഷ് മഹിബാൽ പങ്കുവയ്ക്കും. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് മനീഷ് മഹിബാലിലേക്ക് എത്താൻ കഴിയാത്തത്. അല്പസമയത്തിനകം തന്നെ മനീഷിലേക്ക് എത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലെത്തിയ വിസ്താര വിമാനത്തിന് ബോംബ് ഭീഷണി. വിമാനം ലാൻഡ് ചെയ്ത ശേഷം യാത്രക്കാരെ സുരക്ഷിതരായി പുറത്തിറക്കി. യാത്രക്കാരുടെ ലഗേജുകൾ പരിശോധിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, വിവരങ്ങൾ. എന്ന തരത്തിൽ എഴുതി വെച്ചത് വിമാനത്തിലെ ജീവനക്കാർ ആദ്യം ശ്രദ്ധിക്കുന്നത്. പിന്നാലെ സുരക്ഷാ ജീവനക്കാരെ ഈ വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ തന്നെ സുരക്ഷാ ബേയിലേക്ക് വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം സുരക്ഷാ മേഖലയിലേക്ക് വിമാനം മാറ്റുകയായിരുന്നു. അവിടെ പരിശോധനകൾ നടക്കുന്നു. യാത്രക്കാരെ എല്ലാം തന്നെ ഇതിനോടകം സുരക്ഷിതരായി പുറത്തിറക്കി എന്ന് വിമാന കമ്പനി ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ ഏജൻസികളുമായി ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. യാത്രക്കാരുടെ ബാഗുകളും മറ്റും ഇപ്പോൾ പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ സംശയകരമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിമാനത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ ആരെങ്കിലും എഴുതി വെച്ചതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉണ്ട്. ആ തരത്തിലുള്ള സംശയങ്ങളെ തുടർന്ന് ചില യാത്രക്കാരെ TASF ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് പ്രകാരം വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായതിനു പിന്നാലെ സുരക്ഷാ ഏജൻസികളെ അറിയിക്കുകയും യാത്രക്കാരെ സുരക്ഷിതരായി ഇറക്കുകയും വിമാനത്താവളത്തിലെ സുരക്ഷാ മേഖലയിലേക്ക് വിമാനം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലെത്തിയ വിസ്താര വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. യാത്രക്കാരെ സുരക്ഷിതരായി ഇറക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ ബാഗുകൾ പരിശോധിക്കുന്നുണ്ട്. ചിലരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്. ഡൽഹി വസന്ത് വിഹാറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു. 3 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപകടം നടന്ന് 11 മണിക്കൂർ പിന്നിട്ടിട്ടും രക്ഷാദൗത്യത്തിൽ പുരോഗതിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. വെള്ളം പമ്പ് ചെയ്ത് മാറ്റുകയാണ്. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് എന്താണ് അച്യുതൻ? റിജിത്ത്, ഇന്ന് രാവിലെ 5:30 കൂടിയാണ് ഈ അപകടമുണ്ടാവുന്നത്. അതിശക്തമായ മഴയിൽ ഒരു മരം കടപുഴകി ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ കുടിലിന് മുകളിൽ പതിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ 3 തൊഴിലാളികൾ താമസിച്ചിരുന്ന കുടിൽ അത് പൂർണ്ണമായും ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഭാഗത്തേക്ക് പതിച്ചത്. ഇതിൻ്റെ ഈ കുടിലിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോൾ അഗ്നിരക്ഷാ സേനയും NDRF സംഘവും ചേർന്ന് ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ കുടിലിൻ്റെയും മറ്റ് ഈ സൈഡ് ഭിത്തിയടക്കം തകർന്നു വീണ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ താഴെ തന്നെ കിടക്കുകയാണ്. നിലവിൽ ഈ പമ്പ് ഉപയോഗിച്ച് ഈ ഭാഗത്തെ വെള്ളം അത് ഇവിടെ നിന്ന് ഒഴുക്കി മാറ്റുകയാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിന് ദൗത്യത്തിന് ഒരു വെല്ലുവിളിയായി മാറിയത് ഇതിനകത്ത് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഈ മേഖലയിൽ കെട്ടിക്കിടക്കുന്ന ഈ ഒരു ജലമാണ്. അപ്പോൾ ഇത് മാറ്റുന്നതിലേക്കുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി 2 മോട്ടോറുകൾ കൊണ്ടുവന്നെങ്കിലും ഇതാദ്യം പ്രവർത്തിച്ചിരുന്നില്ല. തുടർന്ന് വീണ്ടും തുടർന്നുള്ള നീക്കത്തിലാണ് ഇപ്പോൾ മോട്ടോർ ഉപയോഗിച്ച ഇവിടെ നിന്ന് ജലം ഒഴുക്കി മാറ്റുന്നത്. എന്തായാലും ഈ ജലം പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റിയ ശേഷമേ മറ്റ് രക്ഷാപ്രവർത്തന ദൗത്യത്തിലേക്ക് കടക്കുവാൻ കഴിയൂ. പക്ഷേ ഈ 10 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ രക്ഷാപ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട്. കാരണം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഒരു തരത്തിലും ഒരാളെപ്പോലും പുറത്തെടുക്കുവാനായി കഴിഞ്ഞിട്ടില്ല. ഈ ക്രെയിൻ സംവിധാനം പോലും ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ ഭാഗത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ 3 പേർ ഈ ഭാഗത്ത് ഈ ചെളിക്കടിയിൽപ്പെട്ട് കിടക്കുകയാണ്. എന്തായാലും
രക്ഷാപ്രവർത്തന ദൗത്യം പുരോഗമിക്കുന്നുണ്ട്. അല്പസമയം കൂടി എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ജലം പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റിയാലേ ഇവരെ പുറത്തെടുക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കുവാൻ കഴിയൂ എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. റീജിത്ത്, ശരി. വസന്ത് വിഹാറിലാണ് നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണത്. 3 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ രക്ഷാദൗത്യം ഇപ്പോഴും തുടരുകയാണ്. ഒരുപാട് വെല്ലുവിളികൾ രക്ഷാദൗത്യത്തിനുണ്ട്. അത് മറികടക്കാനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്യുന്നു. ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന്. പാലക്കാട് മരം വീണ് 7 കുട്ടികൾക്ക് പരിക്ക്. കരിമ്പുഴ തോട്ടര ITIയുടെ മുൻവശത്താണ് മരം റോഡിലേക്ക് വീണത്. സ്കൂൾ വിട്ട സമയത്താണ് അപകടമുണ്ടായത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, വിവരങ്ങൾ എന്താണ്? ഈ പരിക്കേറ്റ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെ? നിഖിൽ. രജിത്ത്, അങ്ങനെ ഗുരുതരമായ പരിക്ക് വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ ഏറ്റിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. സ്കൂൾ വിടുന്ന സമയത്ത് ഏതാണ്ട് 4 മണിയോട് കൂടിയായിരുന്നു ഈ പാലക്കാട് കരിമ്പുഴ തോട്ടര ITIയുടെ മുൻവശത്ത് മരം റോഡിലേക്ക് കടപുഴകി വീണത്. സ്കൂൾ വിട്ട സമയമായതിനാൽ തന്നെ റോഡിൽ കുട്ടികളും അധ്യാപകരും ഒക്കെ ഉണ്ടായിരുന്നു. 7 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടനെ തന്നെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് പരിക്കേറ്റുള്ളത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇതിലൂടെ കടന്നു പോയിരുന്നത്. ഈ സമയത്ത് ചെറിയ മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മരം പെട്ടെന്ന് തന്നെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നേരെ കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടികളുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇവരെ മദർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട് നിന്ന്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് ECIR രജിസ്റ്റർ ചെയ്തതെന്ന് ED. CMRL ജീവനക്കാരുടെ പരാതി അപക്വമാണെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചു. ED നടപടി ചോദ്യം ചെയ്ത് CMRL സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ED കോടതിയിൽ വ്യക്തമാക്കുന്നത് എന്ത്? രജിത്ത്, ഈ അന്വേഷണം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL കോടതിയെ സമീപിച്ചത്. അതിനിടയിലാണ് ഇന്ന് ED കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ കോടതിയെ അറിയിച്ചത്. EDക്ക് ഈ CMRLനെതിരെ കേസെടുത്തത് അല്ലെങ്കിൽ ECR ഇട്ടത് കൃത്യമായ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ്. അത് ഈ പരാതി മാത്രമല്ല, നിരവധി പരാതികൾ CMRLനെതിരെ എടുത്തിട്ടുണ്ട്. CMRL ജീവനക്കാർ ഉന്നയിക്കുന്ന പരാതികൾ അത് അപക്വമാണ് എന്ന് ED വ്യക്തമാക്കുന്നു. അതായത് കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ED കോടതിയെ അറിയിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഈ കേസ് പരിഗണിക്കുന്നത് ഇനി അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ആ ഘട്ടത്തിൽ ഹാജരാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ED തുടർച്ചയായി തങ്ങളെ വിളിച്ചു വരുത്തുന്നു, മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് CMRL ജീവനക്കാർ കോടതിയെ സമീപിച്ചത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് മുക്കത്ത് ഹോട്ടലിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. ഹോട്ടലിന്റെ അടുക്കള ഭാഗത്തായിരുന്നു പാമ്പ്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്താണ്? റീജിത്ത്, ഇന്നലെയും ഇന്നുമായി കോഴിക്കോട് ജില്ലയിൽ 3 പെരുമ്പാമ്പുകളെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇന്നത്തെ സംഭവം കോഴിക്കോട് മുക്കത്താണ്. മുക്കം അരീക്കോട് പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന പുഴയോരം ഹോട്ടലിൽ നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഈ ഹോട്ടലിലെ ജീവനക്കാരൻ പെരുമ്പാമ്പിനെ കാണുന്നത്. ഹോട്ടലിന്റെ അടുക്കളയിലെ ഗ്രില്ലിട്ട അലമാരിയിലായിരുന്നു ഈ പെരുമ്പാമ്പ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ ഹോട്ടൽ ജീവനക്കാർ ഫോറസ്റ്റ് സ്നേക്ക് റെസ്ക്യൂ ടീമിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ സ്നേക്ക് റെസ്ക്യൂ ടീം അവിടെ എത്തി ഈ പെരുമ്പാമ്പിനെ പിടികൂടിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്താണെങ്കിലും മഴ ഉൾപ്പെടെ സജീവമായ സാഹചര്യത്തിൽ പെരുമ്പാമ്പ് ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കൾ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം വർദ്ധിച്ചു വരികയാണ്. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. എറണാകുളം കങ്ങരപ്പടിയിൽ തടി കയറ്റിയ ലോറി മെഡിക്കൽ ഷോപ്പിൽ ഇടിച്ചു കയറിയ അപകടത്തിൽ ആർക്കും പരിക്കില്ല. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, വിശദാംശങ്ങൾ. ശ്യാം, ഇന്ന് വൈകുന്നേരമാണ് കങ്ങരപ്പടിയിൽ അപകടമുണ്ടായത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിയന്ത്രണം വിട്ട തടി ലോറി കടയിലേക്ക് ഇടിച്ചു കയറുന്നതിനുള്ളിൽ ഓട്ടോറിക്ഷയും ബൈക്കും ഇടിച്ചു തകർത്തിരുന്നു. ഈ അപകടത്തിലാണ് 2 പേർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ലോറിയുടെ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിനിടയാക്കിയതെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ശരി, ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ഷൂട്ടിംഗ് നടന്ന സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരണം തേടി. ആരോഗ്യവകുപ്പ് ഡയറക്ടറോടാണ് വിശദീകരണം തേടിയത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. അനുമതി നൽകിയവർ 7 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അതിനിടെ ഷൂട്ടിങ്ങിന് അനുമതി നൽകിയത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ചിത്രീകരിച്ചത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നടപടി വരുന്നുണ്ട് എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്നത്. ആരോഗ്യമന്ത്രിയും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിനിടെ ആശുപത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം, അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് വിഷ്ണു?
അരിജിത്ത്, നിലവിൽ ഞാനുള്ളത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെ ഇന്നലെ രാത്രിയാണ് ഈ സിനിമാ ചിത്രീകരണം നടന്നത്. കൃത്യമായ അനുമതി ഇവർക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിച്ചിരുന്നു, സിനിമാക്കാർക്ക്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഷൂട്ടിംഗ് നടത്തിയത്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ടായത് ഇന്നലെ ഇങ്ങോട്ടേക്ക് എത്തിയ രോഗികളെ ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തങ്ങൾക്ക് ഇടപെടേണ്ടി വന്നത്. ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ ഷൂട്ടിങ്ങിന് ഈ സ്ഥലം അനുവദിച്ചത് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചോദിക്കുന്നു. ഇന്നലെ ഇവിടെ സംഭവിച്ചത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രോഗികൾക്ക് പോലും അകത്തേക്ക് കയറുന്നതിൽ പരിമിതികളുണ്ടായി, സിനിമാക്കാർ തടഞ്ഞു എന്നുള്ളതെല്ലാമാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിലൊക്കെ വ്യക്തമാക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ വലിയ ആളുണ്ടായിരുന്നു. ഇന്നലെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നലെ രാത്രി ഒരു 10 മണിയോടുകൂടി തന്നെ മെയിൻ ഗേറ്റ് അടച്ചിട്ടിട്ടാണ് ഇവിടെ ഷൂട്ടിങ്ങിന് അനുമതി കൊടുത്തത്. ഈ ഷൂട്ടിങ്ങിന് ആര് എന്തിന്റെ പേരിൽ അനുമതി കൊടുത്താലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്നുവെച്ചാൽ ഒരുപാട് രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന തരത്തിലേക്ക് ഇന്നലെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇതില് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത്യാഹിത വിഭാഗത്തില് ലൈറ്റുകൾ അണച്ചിട്ട് വരെ ഇവിടെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും ബാക്കിയുള്ളവരുടെ പ്രൈവസിയെ വരെ ഹനിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അതാണ് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള ആൾത്തിരക്കുണ്ടായിരുന്നു, രോഗികൾക്ക് അകത്തേക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. ഡിഎംഒയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആശുപത്രി അധികൃതർ പറയുന്നത് ഇത് നേരിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത്. സിനിമാ പ്രവർത്തകർ വ്യക്തമാക്കുന്നത് തങ്ങൾ പണമടച്ച് 2 ദിവസത്തെ ഷൂട്ടിങ്ങിനായി അനുമതി വാങ്ങിയിരുന്നു, അതിനുശേഷമാണ് ഷൂട്ടിംഗ് നടത്തിയതെന്ന്. ആശുപത്രി അധികൃതർ പറയുന്ന ഒരു മറ്റ് പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. രോഗബാധിതർക്ക് അല്ലെങ്കിൽ ഇവിടെ ചികിത്സിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കും എന്നാണ് സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് വന്ന മറുപടി. എന്തായാലും നിലവിൽ ഈ ഷൂട്ടിംഗ് ഇന്ന് രാത്രി കൂടി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഷൂട്ടിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നു, നിർത്തിവച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് കേസെടുത്ത പശ്ചാത്തലത്തിൽ എന്നാണ് റീജിത്ത്. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു ആശുപത്രിയിൽ നിന്ന്. CPIM വിട്ട മനു തോമസിനെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. ആകാശ് തില്ലങ്കേരി വീണ്ടും വധഭീഷണി മുഴക്കി രംഗത്ത് വന്നത് CPIM നേതാക്കളുടെ അറിവോടെയാണ്. മുഖ്യമന്ത്രിയും പാർട്ടിയും നൽകുന്ന സംരക്ഷണമാണ് കൊലയാളികളുടെ പിൻബലമെന്നും K സുധാകരന്റെ പ്രസ്താവന. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഈ വിഷയം ഇന്ന് സഭയിലടക്കം ആളിക്കത്തുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നുമുണ്ട് മനു തോമസിനെ. അതിനിടയിൽ KPCC അധ്യക്ഷൻ പറയുന്നത് എന്താണ്? CPIM-ന് മേൽ ആരോപണം ഉന്നയിക്കുന്നൊപ്പം തന്നെ മനു തോമസിനെ കോൺഗ്രസ് സംരക്ഷിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് പ്രതീഷ്? റിജിത്ത്, കണ്ണൂരിലെ CPM-നെ പ്രതിരോധത്തിലാക്കിയ മനു തോമസിന് പിന്തുണയുമായാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ കൂടി രംഗത്ത് വരുന്നത്. നേരത്തെ കോൺഗ്രസ് ജില്ലാ നേതൃത്വം മനു തോമസിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദമായൊരു വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. CPM ആരെങ്കിലും കൊല്ലാൻ നോക്കിയാൽ അവരെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്നതാണ് K സുധാകരൻ പറയുന്ന കാര്യം. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ രീതിയിൽ ആരെങ്കിലും CPM കൊല്ലാൻ നോക്കിയാൽ അവർക്ക് കോൺഗ്രസ് സംരക്ഷണം നൽകും. ഇതാണ് KPCC അധ്യക്ഷൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മുഖ്യമന്ത്രിയും പാർട്ടിയും നൽകുന്ന സംരക്ഷണമാണ് കൊലയാളികളുടെ പിൻബലമെന്നും K സുധാകരൻ ആരോപിക്കുന്നുണ്ട്. ഒപ്പം പാർട്ടിയിൽ ഉയർന്നു വരുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ TP ചന്ദ്രശേഖരൻ മാതൃകയിൽ തീർത്തു കളയാമെന്നാണ് കരുതുന്നതെങ്കിൽ അവർക്കും സംരക്ഷണം നൽകുമെന്നും K സുധാകരൻ അറിയിക്കുന്നുണ്ട്. ഒപ്പം ആകാശ് തില്ലങ്കേരിക്കെതിരെയും ചില പരാമർശങ്ങൾ K സുധാകരൻ നടത്തുന്നുണ്ട്. ഷുഹൈബിനെ കൊന്ന ആകാശ് തില്ലങ്കേരി വീണ്ടും വധഭീഷണി മുഴക്കി രംഗത്ത് വരുന്നത് ഈ CPM നേതാക്കളുടെ കൂടി അറിവോടെയാണ് എന്നതാണ് K സുധാകരൻ പറയുന്ന കാര്യം. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ഭീഷണികളും ഉയർന്നിരുന്നുവെന്നും K സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ ജില്ലയിലെ തന്നെ മുതിർന്ന CPM നേതാക്കൾ പിന്തുണ നൽകുന്നു എന്നതാണ് K സുധാകരൻ പറയുന്ന കാര്യം. ഒപ്പം ഈ TP കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കവുമായി ബന്ധപ്പെട്ടും ചില വിമർശനങ്ങൾ K സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. TP കേസിലെ പ്രതികൾക്ക് കണ്ണൂർ ജയിലിൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളാണ് ലഭിച്ചതെന്നും ഇതിന് പിന്നിൽ സർക്കാരിന്റെയും ഒപ്പം പാർട്ടിയുടെയും പിന്തുണയാണ് എന്നുമാണ് സുധാകരൻ ആരോപിക്കുന്ന കാര്യം. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കളിയിക്കാവിളയിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. ഒളിവിലുള്ള സുനിൽകുമാറിന്റെ സുഹൃത്തായ പാറശാല സ്വദേശി മണികണ്ഠനെയാണ് കസ്റ്റഡിയിലെടുത്തത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, കളിയിക്കാവിള കേസിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ തെളിയേണ്ടതുണ്ട്. അതിനിടയിൽ ഒരാളെ കൂടി കസ്റ്റഡിയിലെടുക്കുന്നത് എത്രത്തോളം നിർണായകമായി മാറും? എന്താണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? അജീഷ്, ഇന്ന് വൈകിട്ട് ഉച്ചയോടെയാണ്
ഈ കേസിലെ 5ാമത്തെ ആളെ ഈ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പാറശാലയിൽ സർവീസ് സ്റ്റേഷൻ നടത്തുന്ന മണികണ്ഠനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്ക് ഈ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഡീലറായ സുനിലുമായി അടുപ്പമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. ഇന്ന് ഉച്ചയോടെ ഇയാളുടെ സർവീസ് സ്റ്റേഷൻ അടുത്ത് നിന്നാണ് തമിഴ്നാട് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഈ സുനിലിനെ ഒളിവിൽ പോകാൻ സഹായിച്ചവരിൽ ഇയാളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരുടെ എണ്ണം 5ആയി. ശരി, അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരാൾ കൂടി കളിക്കവള കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിട്ടുണ്ട്. സുനിൽകുമാറിനെ ഒളിവിൽ പോകാൻ സഹായിച്ച ആൾ എന്ന് കരുതുന്നയാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. സുനിൽകുമാറിന്റെ സുഹൃത്തുമാണ് അയാൾ. പാറശാല സ്വദേശി മണികണ്ഠനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് 2.5 കോടിയുടെ ലഹരി പിടിച്ച സംഭവത്തിൽ വീണ്ടും അറസ്റ്റ്. ആലപ്പുഴ സ്വദേശി ജൂമിയാണ് ബംഗളൂരുവിൽ നിന്ന് പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, വിവരങ്ങൾ എന്താണ്? ടി.കെ. 2.5 കോടിയുടെ ലഹരിക്കടത്തു പിടിച്ചതുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന 3ാമത്തെയാളാണ് ഈ ആലപ്പുഴ സ്വദേശിയായ 24-കാരി. പുന്നപ്ര സ്വദേശിയാണ് ഇവരുടെ പേര് ജൂമി എന്നാണ്. ജൂമി PS എന്നാണ് ഇവരുടെ പേര്. ഇവരെ പിടികൂടിയത് ബംഗളൂരുവിൽ നിന്നാണ്. വെള്ളയിൽ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് ബംഗളൂരുവിലെത്തി ഇവരെ പിടികൂടിയത്. നേരത്തെ പിടിയിലായ ഷൈൻ ഷാജി എന്നയാൾക്കൊപ്പം MDMA കേരളത്തിലേക്ക് കടത്തിയത് ഈ ജൂമിയാണ് എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കോഴിക്കോട് പുതിയങ്ങാടിയിൽ വെച്ച് കഴിഞ്ഞ മാസം 20-നാണ് വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരിക്കടത്ത് നടക്കുന്നു എന്നുള്ള രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന 2 പേർ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു. പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലായാണ് ഈ 2 പേരെ പോലീസ് പിടികൂടിയത്. ഷൈൻ ഷാജി, ആൽബിൻ സെബാസ്റ്റ്യൻ എന്നിങ്ങനെയാണ് ഇവരുടെ പേരുകൾ. അന്ന് തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകാനുണ്ട് എന്നുള്ള ഒരു സംശയം പോലീസ് വ്യക്തമാക്കിയതാണ്. ഏതായാലും നിലവിൽ അക്കാര്യത്തിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ പേർ കൂടി ഇതിന് പുറകിലുണ്ട്, ഈ ലഹരിക്കടത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ അനുമാനം. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനകീയ പ്രഖ്യാപനങ്ങളുമായി മഹാരാഷ്ട്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റ്. മുംബൈയിൽ ഡീസലിന് ലിറ്ററിന് 2 രൂപയും പെട്രോളിന് 65 പൈസയും കുറച്ചു. സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ വീതം സഹായം നൽകും. കർഷകരുടെ വൈദ്യുതി കുടിശ്ശിക എഴുതിത്തള്ളും. വിളനാശത്തിന് ഇരട്ടി നഷ്ടപരിഹാരം നൽകാനും പ്രഖ്യാപനമുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന്. ശ്രീനാഥ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള ബജറ്റ്, അതിൽ തന്നെ ജനകീയ പ്രഖ്യാപനങ്ങൾ, സ്ത്രീകളെ അതുപോലെ സാധാരണക്കാരെ കർഷകരെയൊക്കെ സ്പർശിക്കുന്ന ബജറ്റ്, ജനകീയ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുന്നു. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ശ്രീനാഥ് ചന്ദ്രൻ. റീജിത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഉണ്ടായ തിരിച്ചടി, ഒപ്പം തന്നെ 4 മാസത്തിനപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പുകളുടെ ഒരു സാഹചര്യത്തിലാണ് ജനകീയ പ്രഖ്യാപനങ്ങളുമായി അജിത് പവാർ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത്. ഈ സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതിൽ വലിയ പ്രഖ്യാപനങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് പെട്രോളിനും ഡീസലിനും മുംബൈ മേഖലയിൽ വരുത്തിയ വിലക്കുറവാണ്. ഡീസലിന് 2 രൂപയും പെട്രോളിന് 65 പൈസയും കുറച്ചു. ഒപ്പം സ്ത്രീകളെ ലക്ഷ്യമിട്ട് മധ്യപ്രദേശിലും മറ്റും കണ്ട തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നേരിട്ട് നൽകുന്ന പദ്ധതി. 1500 രൂപ 21-നും 60-നും വയസ്സ് ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസം തോറും നൽകുന്ന പദ്ധതിയുണ്ട്. പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായമുണ്ട്. പിങ്ക് ഓട്ടോറിക്ഷകൾ ഏതാണ്ട് 10,000 എണ്ണം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യും. ആ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ. ഒപ്പം കർഷകരെ കൂടി, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായത് കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധം കൊണ്ടുകൂടിയാണ്. അങ്ങനെ കർഷകർക്ക് വേണ്ടി, ഉള്ളി കർഷകർക്ക് വലിയ സബ്സിഡി, അവരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ, വൈദ്യുതി കുടിശ്ശിക പൂർണ്ണമായി തന്നെ എഴുതിത്തള്ളും. വിളനാശത്തിനുള്ള നഷ്ടപരിഹാരം നിലവിലുള്ളത് അത് ഇരട്ടിയാക്കി. അങ്ങനെയുള്ള വലിയ പ്രഖ്യാപനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ആകെ കണ്ടത്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ മുഹമ്മദ് സാജിദിനെ തരം താഴ്ത്തിയ സിൻഡിക്കേറ്റ് നടപടി ഗവർണർ റദ്ദാക്കി. മുൻകാല പ്രാബല്യത്തോടെ പൂർവ്വ തസ്തികയിൽ നിയമിക്കാനും എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും 3 മാസത്തിനുള്ളിൽ നൽകാനും ഗവർണർ ഉത്തരവിട്ടു. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ. അജീഷ്. രാജ്യത്തെ കാലിക്കറ്റ് സർവകലാശാല ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ ശ്രീ സാജിത്ത് 2020 സെപ്റ്റംബറിൽ സർവകലാശാല സിൻഡിക്കേറ്റ് 2 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് 5 വർഷത്തേക്ക് ജൂനിയർ എഞ്ചിനീയറായി തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. 2014 കാലിക്കറ്റ് സർവകലാശാല പർച്ചേസ് വിഭാഗം മുഖാന്തരം നടന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇൻസ്റ്റലേഷനിൽ ക്രമക്കേട് നടന്നതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സാധ്യതയെതിരായ സിൻഡിക്കേറ്റ് നടപടി. സ്റ്റോർ പർച്ചേസ് മാനുവൽ, ഫിനാൻഷ്യൽ കോഡ് എന്നിവയിലെ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് കാണിച്ചായിരുന്നു അന്നത്തെ നടപടി. ഇൻസ്ട്രുമെന്റേഷൻ
ഇതിനെ തുടർന്ന് സാജിത്ത് ഗവർണർക്ക് പരാതി നൽകുകയും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ തസ്തികയിൽ തുടരുന്നെങ്കിൽ ലഭിക്കുന്ന എല്ലാ സാമ്പത്തിക സർവീസ് ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് നൽകണമെന്നും ഉത്തരവിടുകയായിരുന്നു. കുടിശ്ശിക ഉൾപ്പെടെ എല്ലാ സാമ്പത്തിക ആനുകൂല്യങ്ങളും 3 മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കണം. കുടിശ്ശിക വിതരണത്തിന് കാലതാമസം നേരിട്ടാൽ കുടിശ്ശികയിൽ 12% പലിശ കൂടി മുഹമ്മദ് സാജിത്തിനെ നൽകാനും ഉത്തരവിൽ കാലതാമസം വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് 12% തിരിച്ചു പിടിക്കണമെന്നും ഗവർണർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ശരി, രാജേഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഈ റിപ്പോർട്ടോടുകൂടി ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാവുകയാണ്. ഇനി 100 ന്യൂസിന്റെ സമയമാണ്. പ്രധാനപ്പെട്ട 100 വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം പ്രജിൻ സി കണ്ണനെത്തും. നമസ്കാരം.